ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ആണ് ഒരു 4 മണി ശേഷമുള്ള വീഡിയോ കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷമൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ മോഡലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് വ്ളോഗ് എന്നും പറയാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഈവനിങ്ങും 4 മണി വൈകുന്നേരത്തെ വീഡിയോ ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എപ്പോഴും ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം കാണിച്ചു തരണ്ടേ. അങ്ങനെ ഇന്നെ വൈകുന്നേരമായി 4 മണിയാകാനായില്ലോ. അങ്ങനെ ചായക്കല വെള്ളം വെച്ചിട്ട് കുട്ടികൾ വരാനായല്ലോ. പിന്നെ ഉണങ്ങാട്ട തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോഴത്തേന് വന്നിട്ടോ. തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് ബേഗൊക്കെ ഇതാ ഓരോ ഭാഗത്ത് കൂടി ചാടൽ തുടങ്ങിനി. രാവിലെ എങ്ങനെയാണ് ഒരിക്കൽ അതുപോലെ നോക്കാം. യൂണിഫോമൊക്കെ ഊരിയിട്ട് സിങ്കിലാണ് കൊണ്ടുവന്നിട്ടിനത്. കൈ കഴുകുന്ന ഹോളിലുള്ള വാഷ് ബേസിലാണ് കൊണ്ടുപോയിട്ടിന്. പിന്നെ ഓര് കൊണ്ടുപോയ ടിഫിനും എല്ലാം തേച്ചകി ചായ കുടിക്കലും ചോറ് വേണ്ടവർക്ക് ചോറ് വയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണോ രാവിലെ ക്ലീൻ ചെയ്യണം അതുപോലെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. അങ്ങനെ തന്നെ തണൊക്കെ തുടച്ച് പിന്നെ എന്താക്കിയാൽ കുറച്ച് ഫെനോയിൽ ഇട്ടിച്ച് എന്താണ് മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾ ചോറും രാവിലത്തെ നാഷ്ടൊക്കെ ഉണ്ടായിരുന്നു. ആ നാഷ്ടയും അതൊക്കെ തിന്നിട്ട് എന്താക്കുക ഉള്ളൊരു ജാതി ഒരു മുസ്ഞ്ഞ മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ വൈകുന്നേരം നേരത്തെ ഏതാച്ചാലും ഒന്ന് പാത്രം തേക്കും വേണം, ഉള്ളടിക്കും വേണം, ഒക്കെ വേണം. അപ്പോൾ എന്താക്കാറ് കുറച്ച് ഫെനോയിൽ ഇട്ടിട്ട് എന്താ ചെയ്യാറ്, ഞാൻ എപ്പോഴും ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടി കേട്ടോ. ഒരു ദിവസം എന്നില്ലതല്ല, എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. കുറച്ച് ഫെനോയിൽ ഇട്ടിട്ട് എന്താക്കണം ഒക്കെ ഒന്ന്. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചോറും കറിയും ഒക്കെ ഉണ്ട്. സാമ്പാറും ഉണ്ട്, മീൻ പൊരിച്ചതും ഉണ്ട്, ചോറും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ ഇനിയിപ്പോൾ അരി എന്തെങ്കിലും നാശിട്ട് ചുടണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ദോശൻ്റെ മാവും ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വലിയ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി വലിയ കാട്ടതൊന്നും ഇല്ല, എന്നാലും കുട്ടികളൊക്കെ ഒന്ന് വന്ന് കയറി ആ ഒരു പൊടിയും പൊട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മുക്കിലും മൂലക്കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സോക്സും ഇതൊക്കെ ഊരിച്ചാടിയിട്ടുണ്ടാവും. കണ്ട ഐഡൻറ്റി കാർഡൊക്കെ ഇട്ട സ്ഥലം കണ്ടിനെ തന്നെ. എന്നിട്ട് പോകാൻ നേരത്തെ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ എടുത്തു കൊടുക്കേണ്ടി വരും കേട്ടോ. വലുതും ചെറുതും ഒക്കെ കണക്ക് തന്നെയാണ്. അങ്ങനെ അടിച്ചു വരുമ്പോഴൊക്കെയാണ് ഒരു സാധനങ്ങളൊക്കെ കിട്ടുക. അപ്പം അങ്ങനെ എന്താക്കി പറഞ്ഞാൽ എല്ലാം അടിച്ചെല്ലാം വാരി പിന്നെ എന്താക്കി ഒന്ന് മഫും കൊണ്ട് ഞാൻ എന്തായാലും വൈകുന്നേരം ഒന്ന് വലിച്ചു കൊടുക്കും കേട്ടോ. വലിയൊരു ഇതൊന്നും ഇല്ലെങ്കിൽ പറയുമ്പോൾ കുറച്ച് ഫെനോയിലോ റൈസോളോ എന്തെങ്കിലും ഉറ്റിച്ചിട്ട് വേറെ ബെഡ്റൂമിൻ്റെ ഉള്ളുകളോ അല്ല ചവിട്ടികളൊക്കെ മാറ്റിയിട്ടോ അങ്ങനൊന്നുമല്ല. ആ നടുവും കിച്ചനും ഒന്ന് തുടച്ചെടുത്താൽ ഭയങ്കര ഒരു തൃപ്തിയാണ്, റാഹത്താണ്. ആദ്യമൊക്കെയാണ് ഞങ്ങളെ ഉമ്മ എന്താ പറയുക, ആദ്യം ഞങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഉമ്മ ചെയ്യിക്കുന്നുണ്ടായത്, വൈകുന്നേരം ആകുമ്പോൾ എത്ര പെരൻ്റെ ഉള്ളും മുറ്റവും വൃത്തിയുണ്ട്. അപ്പം അടിച്ചതാണെങ്കിലും 6 മണിൻ്റെ മുമ്പ് അടിച്ചു വാരി, അപ്പോൾ വളക്കിൽ എണ്ണയ്ക്കലാണല്ലോ, വളക്കിലുള്ളും മുറ്റം അടിച്ചു വാരി 6 മണിയാകുമ്പത്തിന് വളക്കിൽ എണ്ണ ഒഴിച്ച് വെക്കണം കേട്ടോ. അത് നിർബന്ധമാണ്. ഇന്ന് പിന്നെ അതൊന്നും ഇല്ലല്ലോ, മക്കളോടിട്ട് പറയാനും പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ എന്താക്കിയാൽ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ എന്താക്കി അപ്പോഴത്തേക്കിന് കുട്ടികളും വന്നിനല്ലോ. കുട്ടികളോട് ഓരോന്ന് വാക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചായയും കുടിക്കുകയാണ് കേട്ടോ. നമുക്കും വേണ്ടപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ എന്താക്കി രാവിലെ കുളിച്ചൊക്കെ തന്നെ ഒന്നും കൂടി എന്താക്കി കുളിച്ചൊന്ന് നെയ്റ്റുകളൊക്കെ ഒന്ന് മാറ്റി ഉള്ളടിക്കലും തുടക്കലും പാത്രം തേക്കലും രാവിലെ എടുത്ത പോലെ തന്നെ എടുത്തതാണല്ലോ. അപ്പോൾ എന്താക്കിയാണ് ഒന്ന് പാത്രമൊക്കെ വെച്ച് കുട്ടികളോട് വാക്കും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ എന്താക്കിയാണ് ചായയും കുടിച്ചെടുത്ത് അപ്പോഴത്തേക്കിനും ഒരു ലോഡ് തുണി മടക്കി കൊടുന്നിട്ടിനല്ലോ. ഇവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് മടക്കിയൊക്കെ അറിയുമ്പോൾ മടക്കിയൊക്കെ പറയാമെന്നല്ലാതെ മടക്കിയൊക്കെ നടക്കൂല, അവിടെ ഉണ്ടാവും തുണി. അപ്പം ഞാൻ എന്ത് വിചാരിച്ച് ഇല്ല തുണികൾ എന്തായാലും പണിയൊക്കെ കഴിഞ്ഞാലോ ഓർത്തിരിക്കുകയല്ലേ. അപ്പോൾ ആ തുണി അങ്ങ് മടക്കി വെച്ച് അത് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെതൊക്കെ പൊറുക്കിയിട്ട് അപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയിട്ട് കുട്ടികളത് ഇവിടെ ഇട്ട് അങ്ങനെയൊക്കെ വേർതിരിച്ചിട്ടൊക്കെ ഇതാക്കിയിട്ടുണ്ടായി തുണികളൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. തുണിയൊക്കെ മടക്കി കഴിഞ്ഞിട്ട് അങ്ങനെ എന്താക്കി തുണികളെല്ലാം മടക്കി കഴിഞ്ഞ് ആ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം പോയിട്ട് അങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് പിന്നെ തുണി മടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്താക്കി അറിയോ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്ന് ബാങ്ക് കൊടുക്കാനായിനി. പിന്നെ 6:30 മണിക്കല്ലേ ബാങ്ക്, 6:15 6:20 ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം എന്താക്കി സിറ്റ് ഔട്ടിൽ അങ്ങനെ പുറത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടോ. അപ്പോൾ അത് ബാങ്ക് കൊടുത്ത് രസാലേ ആകാശം ഈ സമയത്തല്ലേ ഇങ്ങനെ കാണാൻ നമ്മളെപ്പോഴും നോക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങളിലല്ലേ നമ്മൾ നോക്കുക. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത്
എന്താക്കി പറഞ്ഞാൽ വാതിലൊക്കെ അടക്കട്ടെ വിചാരിച്ചിട്ട് മുന്നത്തെ വാതിൽ ഗ്രില്ല് മാത്രമേ പൂട്ടിയിട്ടുണ്ടാവുള്ളൂ. ഗ്രില്ല് മാത്രമേ പൂട്ടിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ നിസ്കരിക്കാനായില്ല, സമയമായില്ലേ. അപ്പം പിന്നെ എന്താക്കിയാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഇതിൽ ഞാൻ ചിപ്പുവിനോട് ഇൻഡോർ പ്ലാന്റ് ആണ് ഇട്ടത് ഉള്ളിൽ വെക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിനോ ചിപ്പുവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ ആ ഒഴിച്ചു കൊടുത്തിന്. പിന്നെ 2 ഊതുത്തിയൊക്കെ കത്തിച്ച് മാമൂല് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്ന പോലെ തന്നെ ഊതത്തിയൊക്കെ കത്തിച്ച് ഊതത്തിൻ്റെ ഇത് നിറഞ്ഞിനി കത്തിച്ചിട്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഈ ചാടേണ്ടതായി അല്ല കിടക്കട്ടെ. അപ്പോൾ കുറച്ച് തിങ്ങി നിൽക്കുമല്ലോ ഊതത്തിങ്ങനെ ചാടാതെ. എനിക്കിഷ്ടമാണ് ഹരിപാമ്പ് ഇങ്ങനെ ഈ ഊതത്തി. ആദ്യമൊക്കെ എനിക്ക് ഊതത്തിൻ്റെ മണം കേൾക്കും പേടിയായിരുന്നു, സത്യത്തിന് എനിക്ക് പേടിയായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഹരിപാമ്പ് ഒരു ഊതത്തി കത്തിച്ച് ഒരു സമാധാനമാണ്. ഊതിൻ്റെ എന്തോ ഉണ്ട് എന്നൊക്കെ പറയട്ടോ. എവിടെ ഉള്ളത് ഇവിടെ എന്നുള്ളത് എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. ഊതിൻ്റെ ഒരു ഡബ്ബിൻ്റെ ഉള്ളിലാക്കിയിട്ട് പുകയിക്കുമല്ലോ, നമ്മൾ ഉലുവാൻ ഇതൊക്കെ പുകയിക്കുന്ന പോലത്തെ ഒരു സാധനം കിട്ടും അത്രേ. അത് ഏതോ ഒരു വീഡിയോയിൽ ആരോ ഒരു ഇൻസ്റ്റയിലൊക്കെ ഒരു കമൻറ്റ് കണ്ടിനി. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്ത് ഒന്നുണ്ടാക്കി നിസ്കരിക്കലെല്ലാം കഴിഞ്ഞ് നിസ്കാരവും ഓർത്തൊക്കെ കഴിഞ്ഞ് യൂസ്കാൻ്റെ ഫോൺ വിളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ പിന്നെ അടുക്കളയ്ക്ക് പോയി നോക്കുമ്പോൾ എൻ്റെ പൊന്നാര മക്കളെ ഞാൻ വൃത്തിയാക്കിയിട്ടിട്ട് പോയ അടുക്കളയാണ്. അടുക്കള എല്ലാം കൂടി ഒരു വക. ഞാൻ പോയി നോക്കുമ്പോഴത്തേന്ന് കഥ പറയാനില്ല. ഒരു മാഗി വേറെ ആക്കിനി, ദോശ വേറെ ചുട്ടിനൊന്നും പറയണ്ട. ഓരോ 3 ആളെ കഥ ഒന്നും പറയണ്ട. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു എനക്കും ദോശ മതി, ചോറ് വേണ്ടാന്നും വിചാരിച്ചിട്ട് ഞാനും എന്താക്കി, ഏതായാലും കല്ല് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാനും 2 ദോശ തന്നെ തിന്നത് കേട്ടോ. 2 ദോശയും ചുട്ടിന്ന്. പിന്നെ ദോശയും സാമ്പാറും ഉച്ചക്കത്തെ മീൻ പൊരിച്ചതും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താക്കിയാൽ വിചാരിച്ചാൽ എന്നാൽ അതും മതിയെന്നും പറഞ്ഞിട്ട് 2 ദോശയും ചുട്ട് 2 മീൻ പൊരിച്ചതും എടുത്ത് എന്താക്കി ഞാനും അതന്നെയാണ് കേട്ടോ തിന്നണത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാത്തിലും റഹ്മാൻ ബ്ലോഗ്സ് തന്നെയാണ് എൻ്റെ ഇതിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ. അസ്സലാം.